പെപ് ഗാർഡിയോള ദ സൂപ്പർ സെയിന്റ്. ഞാൻ ഇങ്ങനെ ഈ വീഡിയോക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ ഇടാനായിട്ടൊരു കാരണമുണ്ട്. കാരണം നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും, ഡ്രാഗൺ ബോൾ സി എന്ന് പറയുന്ന ഒരു അനിമ ഉണ്ട്. ആ അനിമയിലെ ഹീറോ ആയിട്ടുള്ള ഗോക്കു ഡിഫറെന്റ് എന്താണ് സൂപ്പർ പവേഴ്സ് വേർഷൻസിലേക്ക് എത്തുന്നുണ്ട്. ഹീസ് അപ്പ് അഗെയിൻസ്റ്റ് ദ വാൾ പല ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു സൂപ്പർ സെയിന്റ് എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും ആൾക്കാരെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. അതുപോലെയാണ് പെപ് ഗാർഡിയോള തൻ്റെ മാനേജറിയൽ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ ഇതേപോലുള്ള എവല്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ടാക്ടിക്കൽ സൈഡിലേക്ക് വരാം. ഇത് ഞാൻ ടാക്ടിക്കൽ ബേസ് ചെയ്തിട്ടാണ് ആ പേരിടാൻ കാരണം. അതുപോലെ തന്നെ ടാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പം മോഡേൺ ഫുട്ബോൾ അനലിസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുട്ബോൾ പണ്ഡിറ്റ്സ്, ഇവരെല്ലാം പെപ് ഗാർഡിയോളനെ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, ഒന്ന് പ്രീ പെപ് എറയും പിന്നെ പോസ്റ്റ് പെപ് എറയും. പ്രീ പെപ്പ് എന്ന് പറയുമ്പോൾ പെപ്പ് ഫുട്ബോളിലേക്ക്, അതായത് മാനേജറിയൽ കരിയറിലേക്ക് വന്നതിന് മുന്നേ ഉള്ള കാലഘട്ടവും പെപ്പ് വന്നതിന് ശേഷമുള്ള കാലഘട്ടവും. ആൻഡ് ഇത് പറയുന്നതിൽ വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, മോഡേൺ ഫുട്ബോളിനെ തിരുത്തി എഴുതി എന്ന് തന്നെ പറയണം. അതേപോലെയാണ് പെപ് ഗാർഡിയോള ടാക്ടിക്സിനെ തിരുത്തി എഴുതിയത് പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിയായിട്ടൊരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പുള്ളി പല മുൻകാലത്തുണ്ടായിരുന്ന ഫിലോസഫികൾ എടുത്തിട്ട് അതിനെ റിഫൈൻ ചെയ്ത് ഗാർഡിയോളയുടെ വേർഷൻ ഓഫ് ആ ഒരു ഫിലോസഫി. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ ഫുട്ബോളാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത്. ഞാൻ ആ ടോട്ടൽ ഫുട്ബോളിൽ നിന്നാണ് ഗാർഡിയോളയുടെ പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. സോ അതിനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പെപ് ഗാർഡിയോളൻ്റെ എവല്യൂഷൻസും പെപ് ഗാർഡിയോള എങ്ങനെയാണ് മോഡേൺ ഫുട്ബോളിനെ റെവല്യൂഷനൈസ് ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാർസലോണ കാലഘട്ടം തന്നെ തുടങ്ങണം. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ബാർസലോണയുടെ സീനിയർ ടീം, മെൻസ് സീനിയർ ടീം കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തത് 2008 മുതലാണ്. ആൻഡ് ആ 2008 മുതൽ പെപ് ഗാർഡിയോള തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം ഒരു ടാക്ടിക്കൽ ജീനിയസ് ആണ് അവിടെ ബോൺ ചെയ്തത് മോഡേൺ ഫുട്ബോളിനകത്ത്. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം ആദ്യം തന്നെ വന്നിട്ട് ബാർസലോണയിൽ ഇംപ്ലിമെന്റ് ചെയ്ത സിസ്റ്റം ടിക്കി ടാക്ക അങ്ങനെ പറയും. അതിന് ആക്ച്വലി ബാർസലോണ ഒപ്പം തന്നെ അതേപോലെ തന്നെ ഗാർഡിയോളയുടെ ഒന്നും ഫിലോസഫി അല്ല. അത് യോഹാൻ ക്രൈഫ് എന്ന് പറയുന്ന അവരുടെ ലെജൻഡറി മാനേജറും ഒരു ലെജൻഡറി പ്ലെയറും ഒക്കെ ആയിട്ടുള്ള യോഹാൻ ക്രൈഫ് ഇംപ്ലിമെന്റ് ചെയ്തൊരു സിസ്റ്റമാണ്. പക്ഷെ അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് വേർഷനിലേക്ക് എത്തിച്ചത് പെപ് ഗാർഡിയോളയാണ്. ആൻഡ് അതിലേക്ക് എത്തിക്കണതിന്റെ പിന്നിൽ ഗാർഡിയോള എടുത്ത കുറെ ടാക്ടിക്കൽ ഡിസിഷൻസ് ഉണ്ട്. ആ ഡിസിഷൻസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് പെപ് ഗാർഡിയോള അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പൊസഷൻ, ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി, പ്രസ്സിങ്. ഇതൊരു സൈക്ലിക് പ്രോസസ്. അതാണ് ഇപ്പോഴും അത് തന്നെയാണ് ഗാർഡിയോള പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫുട്ബോളിൽ ഒട്ടുമിക്ക ടീമുകളിലും ഇത് തന്നെയാണ് അവരുടെ ബേസ് ഫിലോസഫി, ബേസ് പ്രിൻസിപ്പിൾസ്. അതോടൊപ്പം തന്നെ ഗാർഡിയോളയുടെ ഫിംഗർ പ്രിന്റ്സ് ഇല്ലാത്ത ഒരു ടാക്ടിക്സും, ഒട്ടുമിക്ക ടാക്ടിക്കുകളും ഗാർഡിയോള ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ടാക്ടിക്കൽ ട്വീക്കിങ്സ് ഉണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പറയാം. സോ ബാർസലോണയുടെ മാനേജർ ആയതിനു ശേഷം ഗാർഡിയോള ആദ്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ അതുവരെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് ഡിസ്ട്രോയർ എന്നുള്ളൊരു തലത്തിലാണ്. പക്ഷെ ഗാർഡിയോള എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ എടുത്തിട്ട് സെന്റർ ബാക്കുകളുടെ മിഡിൽ ആ ഒരു ഇടയിൽ പ്ലേസ് ചെയ്തു. ആൻഡ് അവിടെ നിന്ന് കളി ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്തത്. പിന്നെ അതിനുശേഷം ചെയ്ത ഗാർഡിയോള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാർസലോണയിൽ അന്ന് അവരുടെ ഒരു നമ്പർ 9, വൺ ഓഫ് ദ ബെസ്റ്റ് നമ്പർ 9 ഒരാളായിട്ടുള്ള ഇബ്രാഹിമോവിച്ചിനെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് ലയണൽ മെസ്സി, സാക്ഷാൽ ലയണൽ മെസ്സിനെ പുതിയൊരു പൊസിഷൻ, സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിച്ചു. ആൻഡ് ആ സ്ട്രൈക്കർ പൊസിഷനെ പിന്നീട് ഫോൾസ് 9 എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആൻഡ് അത് ഒരു ബ്രില്യൻ ടാക്ടിക്കൽ റെവല്യൂഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്ലെയറിനെ വെച്ചിട്ട്, ആ ഒരു ഫോൾസ് 9 വെച്ചിട്ട് ഗാർഡിയോള ഹിസ്റ്ററി തിരുത്തി എഴുതി. കാരണം 2008 മുതൽ 2012 വരെയാണ് ബാർസലോണയിൽ ഗാർഡിയോള ഉണ്ടായിരുന്നത്. ആ ഒരു 4 വർഷത്തിൽ ഗാർഡിയോള നേടിയത് 14 ട്രോഫികളാണ്. ആൻഡ് അതോടൊപ്പം തന്നെ പല റെക്കോർഡുകളും. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് പറയുന്ന ഒരു റെക്കോർഡുണ്ട്. ഒരു കലണ്ടർ ഇയറിൽ 6 ട്രോഫികൾ, സെക്സ്റ്റപ്പിൾ എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ അച്ചീവ്മെന്റ് ഗാർഡിയോള സ്വന്തമാക്കി. വേറൊരു മാനേജറും അതിനുശേഷം ഇത് സ്വന്തമാക്കിയിട്ടില്ല, അതിന് മുന്നേ സ്വന്തമാക്കിയിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സംഭവം ആണ് ഗാർഡിയോള ബാർസലോണയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇൻവെൻഷൻ. ആൻഡ്
അത് കഴിഞ്ഞ് ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് 2013-15 സീസൺ, ലൈക്ക് 13 മുതൽ 15 വരെയുള്ള സമയത്ത് ഗാർഡിയോള ബയൺ മ്യൂണിച്ചിന്റെ കോച്ചായിട്ട് തിരിച്ചു വന്നു. ആൻഡ് ബയൺ മ്യൂണിച്ചിന്റെ കോച്ചായിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ അദ്ദേഹം നേടിയത് 7 ട്രോഫികളാണ്. ആൻഡ് അവിടെ നടത്തിയത് വേറൊരു ടാക്ടിക്കൽ റെവല്യൂഷൻ ആയിരുന്നു. അദ്ദേഹം ഇപ്രാവശ്യം മോഡേണൈസ് ചെയ്തത് വേറെ പൊസിഷനെയാണ്. ആ പൊസിഷൻ വേറൊന്നുമല്ല, വിങ് ബാക്കുകളായിരുന്നു. അതായത് ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് വിങ് ബാക്ക്, റൈറ്റ് വിങ് ബാക്ക് എന്നൊക്കെ നമ്മൾ പറയണ പോലത്തെ ആ പൊസിഷനെ ആദ്യം എപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് എന്ത്, ലൈക്ക് അറ്റാക്ക് ചെയ്യണ സമയത്ത് ഓവർലാപ്പും അണ്ടർലാപ്പും ചെയ്തുകൊണ്ടൊക്കെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ നൈസായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത്, വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവത്തിനെ നൈസായിട്ട് ഒന്ന് ചെരിച്ചിട്ട് ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് എന്ന് പറയുന്ന ആ ഒരു പുതിയ പൊസിഷണൽ പേര്, അല്ലെങ്കിൽ പൊസിഷണൽ ഫിലോസഫി, പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാം നമുക്ക്, അതിലേക്ക് ഗാർഡിയോള ആ ഫുൾ ബാക്കുകൾ എത്തിച്ചു. ആൻഡ് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പുതിയ തരം ടാക്ടിക്കൽ എവല്യൂഷൻ. ഇതെല്ലാം കഴിഞ്ഞ് 2015 ഗാർഡിയോള ബയൺ മ്യൂണിച്ചിൽ നിന്ന് പോന്നു. അങ്ങനെ 2016 മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായി, ഇപ്പോഴും സിറ്റിയുടെ കോച്ചായിട്ട് തുടരുന്നു. ആൻഡ് ഇവിടെ എത്തിയപ്പോഴാണ്, ലൈക്ക് പ്രീമിയർ ലീഗിലേക്ക് എത്തിയപ്പോൾ ഗാർഡിയോളക്ക് സ്വാഭാവികമായിട്ടും എല്ലാ സമയത്തും, ലൈക്ക് ഗാർഡിയോള ടിക്കി ടാക്ക എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് ഓൾറെഡി മാറി ചിന്തിച്ചായിരുന്നു ബയൺ എത്തിയപ്പോൾ തന്നെ. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളി പോലെയാണ്, അതായത് ചെസ് പോലെ തന്നെയാണ്. ടാക്ടിക്സ് വെച്ചുകൊണ്ട് മാനേജേഴ്സ് കളിക്കുന്ന ലെവലിലേക്ക് മോഡേൺ ഫുട്ബോൾ എത്തിയപ്പോഴത്തേക്ക് മാറിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഗാർഡിയോള ഓരോ ടാക്ടിക്സും മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കൗണ്ടർ ടാക്ടിക്സ്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിക്ക് പല മാനേജേഴ്സും സെറ്റ് ചെയ്ത് പല രീതിക്കുള്ള സമയങ്ങളിലും ഗാർഡിയോളനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഗാർഡിയോള എന്ന് പറയുന്ന ജീനിയസ് തൻ്റെ സൂപ്പർ സൈൻ വേർഷൻസിലേക്ക് എത്തിയിട്ട് ഓരോരോ പുതിയ എവല്യൂഷൻസ്, പുതിയ ട്രാൻസ്ഫോർമേഷൻസ് ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ സിറ്റിയിലെത്തിയപ്പോൾ വേൾഡ്സ് നമ്പർ 1 ലീഗ്, അതായത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗ് എന്നൊക്കെ പറയപ്പെടുന്ന പ്രീമിയർ ലീഗിലെത്തിയപ്പോൾ ഇതേപോലെ ഗാർഡിയോള എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ടാക്ടിക്കൽ ബ്രെയിനെ വളരെയധികം ലൈക്ക് പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിൽ നിന്ന് പല എവല്യൂഷനും ഉണ്ടായി. അത് പറയേണ്ടത് മെയിനായിട്ട് ഗാർഡിയോള സിറ്റിയിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഗോൾ കീപ്പർ ആയിരുന്ന ജോ ഹാർട്ടിനെ എടുത്തു മാറ്റിയിട്ട് ക്ലൗഡിയോ ബ്രാവോ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ കൊണ്ടുവന്നു. കാരണം വേറെ ഒന്നുമല്ലായിരുന്നു, ബോൾ പ്ലേയിങ് കീപ്പർ, അതായത് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഗാർഡിയോള ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം എഡേഴ്സണിലേക്ക് എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും ഫൈനസ്റ്റ് ഫോം ഓഫ് ഇതിലേക്ക് എത്തിയത്. ആൻഡ് അതുകൊണ്ട് ഗാർഡിയോള ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ ടീമുകളും ബോൾ പ്ലേയിങ് ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി. പല ഷോർട്ട് സ്റ്റോപ്പേഴ്സ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ പോയി. അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഗോൾ കീപ്പേഴ്സിനെ ഒന്ന് മോഡേണൈസ് ചെയ്തു. അതിനൊക്കെ ശേഷം ഗാർഡിയോള മുന്നോട്ട് പോകുന്നു. പിന്നെ മുന്നോട്ട് പോകുന്നതോറും വീണ്ടും ഗാർഡിയോളന്റെ മുന്നിൽ പല പരീക്ഷണങ്ങളുമായിട്ട് പല മാനേജേഴ്സും, പല ടാക്ടിക്സുമായിട്ട് പല മാനേജേഴ്സും മുന്നിലേക്ക് കൗണ്ടർ ടാക്ടിക്സുമായിട്ട് എത്തുന്നു. ആൻഡ് ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാർഡിയോള വേറെ സംഭവങ്ങൾ ചെയ്ത്, വേറെ ഒന്നുമല്ല, മിഡ്ഫീൽഡേഴ്സിനെ ഒന്ന് മോഡേണൈസ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഫ്രീ ദ നമ്പർ 8, അതായത് നമ്പർ 8 എന്ന് പറയുന്ന മിഡ്ഫീൽഡ് ആ പൊസിഷനെ അങ്ങോട്ട് ഫ്രീ ചെയ്തിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കി. 2 നമ്പർ 8കളാണ് ഗാർഡിയോള ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ 2 നമ്പർ 8കളും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ 10 ആയിട്ട് മാറിക്കൊണ്ട് സോൺസ് ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തി. ആൻഡ് അത് ഫുട്ബോളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി ആ സമയം കൊണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു ഓരോ ടാക്ടിക്സും എതിർ ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കണതിന് എല്ലാം. ഇത് കഴിഞ്ഞപ്പോൾ അതിനെയും കൗണ്ടർ ചെയ്യാൻ തുടങ്ങി പല മാനേജേഴ്സും. അപ്പോൾ അടുത്തത് കൊണ്ടുവന്നു, വേറൊന്നുമല്ല, ഈ ബോൾ പ്ലേയിങ് ഡിഫൻഡേഴ്സ് നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ളതാണ്. ആൻഡ് ബോൾ പ്ലേയിങ് ഡിഫൻഡേഴ്സിൽ എന്ന് പറയുന്ന പോലെ തന്നെ കഴിഞ്ഞതിന് മുന്നത്തെ സീസണിലാണ് ഇത് സംഭവിച്ചത്. ഗാർഡിയോള എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ജോൺ സ്റ്റോൺസിനെ കളിപ്പിക്കാൻ തുടങ്ങി, മിഡ്ഫീൽഡിലേക്ക് കയറ്റിയിട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ള രീതിക്ക്. ഇതിന് തൊട്ട് മുന്നേ ഗാർഡിയോള ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യം ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് എന്ന് പറയുന്ന സംഭവത്തിനെ കൊണ്ടിട്ട് ഒരു ബോക്സ് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത്, കഴിഞ്ഞതിന് മുന്നത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ബോക്സ് മിഡ്ഫീൽഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. കഴിഞ്ഞതിന് മുന്നത്തെ സീസൺ തൊട്ടാണ് ഗാർഡിയോള ഈ സംഭവം ഇറക്കിയത്, ബോക്സ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബോക്സ് മിഡ്ഫീൽഡിൽ
എന്താണ് ഇൻവേർട്ടഡ് ഫുൾ ബാക്സിന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം പല മാനേജേഴ്സും ഒക്കെ ഇതിനെ കോപ്പി ചെയ്യാൻ തുടങ്ങി. കോപ്പി അല്ല, ലൈക്ക് അതായത് ഇന്ന് ഇൻസ്പയർ ചെയ്ത്, കോപ്പി എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ അത് അവരുടെ ടാക്ടിക്സിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. ലിവർപൂളൊക്കെ ബോക്സ് മിഡ്ഫീൽഡ് കളിക്കുന്നതും പിന്നെ അതിനുശേഷം ഒട്ടുമിക്ക ടീമുകളും ബോക്സ് മിഡ്ഫീൽഡ് എന്നുള്ള രീതിയിലേക്ക് കളി മാറ്റി തുടങ്ങി. ഇതിനുശേഷം ഗാർഡിയോള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്സിനെ ബോക്സ് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം സെന്റർ ബാക്കിനെ പുഷ് ചെയ്തിട്ട് ബോക്സ് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ബോൾ പ്ലേയിങ് സെന്റർ ബാക്കിനെ ഒരു നമ്പർ 8 എന്നുള്ള രീതിയിലൊക്കെ ആക്കാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ജോൺ സ്റ്റോൺസ് കളിച്ചത് വളരെ അഡ്വാൻസ്ഡ് റോളുള്ള ഒരു ഇതിലാണ്. ആൻഡ് ജോൺ സ്റ്റോൺസ് പറയണ്ടായിരുന്നു ഞാനൊരു നമ്പർ 8 പോലെയൊക്കെ കളിച്ചത്. അപ്പൊ ആ രീതിയിലേക്ക് കംപ്ലീറ്റ്ലി മാറ്റി എഴുതി ഫുട്ബോളിനെ, ആ പൊസിഷന്. ഇതെല്ലാം കഴിഞ്ഞ സീസണും കഴിഞ്ഞ് അപ്പോൾ എല്ലാ പണ്ഡിറ്റ്സും പല അനലിസ്റ്റുകളൊക്കെ പറയാൻ തുടങ്ങി ഫുട്ബോളിൽ, മോഡേൺ ഫുട്ബോളിൽ ഗാർഡിയോള മാറ്റാത്തതായിട്ട് ഒരു പൊസിഷനും ഇല്ല എക്സെപ്റ്റ് വൺ, വിങ്ങേഴ്സ്. ആൻഡ് ഇപ്പോഴേ അതിനും വ്യത്യാസം വന്നതാണ്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും അധികം ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. മിക്ക പണ്ഡിറ്റ്സും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊക്കെ പോണേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഡീറ്റെയിൽ ഡിസ്കഷൻ ഒന്നും ഇതിനെപ്പറ്റി വന്നു തുടങ്ങിയിട്ടില്ല. ഈ വിങ്ങേഴ്സിന്റെ പുതിയൊരു മോഡേണൈസേഷനെ പറ്റിയിട്ട് ഗാർഡിയോള നടത്തിയ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. കാരണം ഈ സീസൺ തുടങ്ങിയല്ലേ ഉള്ളൂ. ആൻഡ് അതിന് പറയണ പേര് വേറൊന്നുമല്ല, ഫോൾസ് വിങ്ങേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെ ഫുട്ബോളിലെ എല്ലാ പൊസിഷൻ, ഒരു പിച്ചിൽ ഏതൊക്കെ പൊസിഷൻസ് ഉണ്ടോ, ലൈക്ക് ഒരു പ്ലെയർ പൊസിഷൻസ് ഉണ്ടോ, ആ പൊസിഷൻസ് എല്ലാം ഗാർഡിയോള റെവല്യൂഷനൈസ് ചെയ്തു, മോഡേണൈസും ചെയ്തു. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗാർഡിയോള നടത്തിയിട്ടുള്ള ഇത് റെവല്യൂഷൻ അല്ലെങ്കിൽ സൂപ്പർ സൈൻ വേർഷൻ. സോ ഇതാണ് ഗാർഡിയോള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ 2008 മുതലുള്ള തന്റെ മാനേജർ കരിയറിൽ ഇതുവരെ 35 മേജർ ട്രോഫികളാണ് ഗാർഡിയോള നേടിയിട്ടുള്ളത്. അതിൽ പല റെക്കോർഡുകളും പല അച്ചീവ്മെന്റ്സും ഒക്കെ ഉണ്ട്. കാരണം ഗാർഡിയോള എന്ന് പറയുന്ന മാനേജറിന്റെ ഓരോ ക്ലബിലും വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 72% മിനിമം, ആവറേജ് 74%. അങ്ങനെയാണ്. അത്രയും അടിപൊളി ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും. കാരണം ഗാർഡിയോള അന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പൊസിഷൻ എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ വെക്കണം, എന്നാൽ അങ്ങനെയാണെങ്കിൽ മറ്റേ എതിർ ടീമിനെ അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കുറയും, അവർക്ക് ഗോൾ അടിക്കാനുള്ള ചാൻസും കുറയും. അത് എതിരേക്ക് പല ടാക്ടിക്സും വന്നിട്ടുണ്ട് കേട്ടോ. ലൈക്ക് അങ്ങനെയൊക്കെ പല രീതിക്കുള്ള എതിർ അഭിപ്രായങ്ങളും എതിർ ടാക്ടിക്സും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഗാർഡിയോള അപ്പോഴൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ടാക്ടിക്സ് കൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. സോ അത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്തൊക്കെ ആ ഒരു ജീനിയസ് ഓഫ് ബ്രെയിൻ്റെ അകത്ത് നിന്ന് വരാണ്ട് നമുക്കറിയില്ല. കാരണം ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പുതിയ പുതിയ ഇൻവെൻഷൻസിനെയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. സോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ഗാർഡിയോളനെ പറ്റി, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മൂവയും.